മാൽഡീവിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വളരെ ഈസിയാണ്. ഏതൊരു ഇന്ത്യൻ സിറ്റിസനും വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിലെ പരിവാഹൻ പോലുള്ള മാൽഡീവ്സ് ഗവൺമെന്റിന്റെ സിംസ് ട്രാൻസ്പോർട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ മാൽഡീവിയൻ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. മാൽഡീവിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വളരെ ഈസിയാണ്. മാൽഡീവിയൻ വർക്ക് പെർമിറ്റും ഒരു ഇന്ത്യൻ വാലിഡ് ലൈസൻസും ഉണ്ടെങ്കിൽ ഏതൊരു ഇന്ത്യൻ സിറ്റിസനും വളരെ ഈസി ആയിട്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിനെ മാൽഡീവിയൻ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് മാൽഡീവിയൻ ഗവൺമെന്റിന്റെ ഇ-പാസ് എന്ന് പറഞ്ഞ പോർട്ടലിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് ഇന്ത്യൻ എംബസിയിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വെരിഫൈ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മുടെ നാട്ടിലെ പരിവാഹൻ പോലുള്ള മാൽഡീവ്സ് ഗവൺമെന്റിന്റെ സിംസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ പോർട്ടലിൽ കയറിയിട്ട് ലൈസൻസ് കൺവേർട്ട് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഇടണം. ഇനി നമുക്ക് ഇ-പാസിലെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഇ-പാസ് എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം കാണിക്കുന്ന ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്പണായി വരുന്ന വെബ്സൈറ്റ് ഇന്റർഫേസിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണുന്ന 3 ഓപ്ഷനുകളിൽ വർക്ക് പെർമിറ്റ് ഹോൾഡർ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങളുടെ വർക്ക് പെർമിറ്റിന്റെ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. WP എന്ന ഇംഗ്ലീഷ് ലെറ്റർ വെച്ചിട്ടാണ് വർക്ക് പെർമിറ്റിന്റെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ജസ്റ്റ് സ്റ്റാർ ഇട്ടിട്ടാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ അതിന്റെ ഒറിജിനൽ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഇനി ഇവിടെ നമ്മുടെ പാസ്പോർട്ടിന്റെ നമ്പർ എൻ്റർ ചെയ്യണം. 2 നമ്പേഴ്സും എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഞാൻ ഫേക്ക് ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുത്തുകൊണ്ടാണ് ഇത് എറർ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ കൊടുക്കണം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പം കറക്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OTP വരത്തില്ല. വൺസ് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിനിൽ പോയിട്ട് പേഴ്സണൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും, യൂസർ നെയിമായിട്ട് നിങ്ങളുടെ വർക്ക് പെർമിറ്റിന്റെ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് SMS സെലക്ട് ചെയ്യുക. ഇപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരത്തുള്ളൂ. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പം കറക്റ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൺസ് കറക്റ്റ് ആയിട്ടുള്ള OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഈ ഓപ്പണായി വന്നതാണ് നമ്മുടെ പ്രൊഫൈല്. ഈ പ്രൊഫൈലിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും. അതെല്ലാം ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക, അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. വർക്ക് പെർമിറ്റിന്റെ നമ്പർ എല്ലാം കറക്റ്റ് ആയിട്ടാണോ വന്നതെന്നൊക്കെ നോക്കുക. ഇത്രയും നമുക്ക് ഇ-പാസിൽ ചെയ്യാനുള്ളൂ. ഇനി ഇന്ത്യൻ എംബസിയുടെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, മാൽഡീവ്സ് വർക്ക് പെർമിറ്റ്, ഇത് 3ഉം നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടായിരിക്കണം. അതോടുകൂടെ ഇതിന്റെ ഓരോ ഫോട്ടോ കോപ്പിയും പിന്നെ സ്ക്രീനിൽ കാണുന്ന ഫോമും നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം അവിടെ പോകാൻ. ഈ ലൈസൻസ് വെരിഫിക്കേഷന് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. 190 MBR ആണ് അതിന്റെ ചാർജ്. ഇന്ത്യൻ എംബസിക്ക് അവരുടേതായ ടൈമിംഗ് ഉണ്ട്. രാവിലെ 9നും 12നും ഇടയിൽ പോയിട്ട് വേണം നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് പേയ്മെന്റ് അടച്ചതിന് ശേഷം അവരൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ഈവനിങ് 4 o'clock ചെന്ന് കഴിയുമ്പോൾ അവർ ലൈസൻസ് വെരിഫൈ ചെയ്തതിന്റെ ഒരു ഡോക്യുമെന്റ് തരും. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇനി മൂന്നാമതായിട്ട് സിംസ് ട്രാൻസ്പോർട്ട് എന്ന് ഏതെങ്കിലും ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. സിംസ് ട്രാൻസ്പോർട്ട് .government.mv എന്നുള്ള ആദ്യത്തെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇ-പാസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇ-പാസിന്റെ ലോഗിൻ ക്രെഡൻഷ്യൽ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ യൂസർ നെയിം നിങ്ങളുടെ വർക്ക് പെർമിറ്റിന്റെ നമ്പറും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ ന്യൂ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് ന്യൂ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ. ഈ കാണുന്ന ഓപ്ഷനിൽ ഫോറിൻ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർഷൻ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ സർവീസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഓപ്പൺ ആയി വരും. നിങ്ങൾ ഒരു മാൽഡീവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിന് താഴെയായിട്ട് വെഹിക്കിൾ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏത് വെഹിക്കിളിനാണോ നമുക്ക് ലൈസൻസ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. 2 വീലർ 4 വീലർ എന്നുള്ളതുപോലെ നമ്മുടെ നാട്ടിലെ ലൈസൻസിൽ ഏതാണോ നമുക്ക് ലൈസൻസ് ഉള്ളത്. ഇപ്പം നാട്ടിൽ നിങ്ങൾക്ക് ഹെവി ഉണ്ടെങ്കിൽ ഇവിടെ ഹെവിയുടെ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും
അവർ ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്തു തരും. ഇനി സർവീസ് അപ്ലിക്കേഷന്റെ സബ് ഹെഡിംഗ് ആയ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ എംബസിയിൽ നിന്ന് കിട്ടിയ ഡോക്യുമെന്റ് ആണ് ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാ ഡോക്യുമെന്റിന്റെ സൈസും 2 MB താഴെ ആയിരിക്കണം. ഇന്ത്യൻ ലൈസൻസ്, പാസ്പോർട്ട്, ഫോട്ടോഗ്രാഫ്, മാൽഡീവ്സ് വർക്ക് പെർമിറ്റിന്റെ കോപ്പി, ഇതെല്ലാം നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇനി റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള മൈ അപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ 3 അപ്ലിക്കേഷൻ ഉണ്ട്. ഒരു അപ്ലിക്കേഷൻ ഞാൻ ഇപ്പം ജനറേറ്റ് ചെയ്തത്, അത് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാം. ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് ഞാൻ ലൈസൻസ് എടുത്തതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ. വൺസ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ട്രാൻസ്പോർട്ട് ഓഫീസിൽ വെരിഫൈ ചെയ്തതിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് പേയ്മെന്റിനുള്ള ഇൻവിറ്റേഷൻ വരും. ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നുള്ള ആ മെസ്സേജ് വന്നതിന് ശേഷം സിംസ് പോർട്ടൽ ലോഗിൻ ചെയ്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ പേയ്മെന്റിന് വേണ്ടിയിട്ട് BML അക്കൗണ്ട് മാത്രമല്ല, നമ്മുടെ SBI അക്കൗണ്ട് വഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. വൺസ് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അതിന്റെ റെസിപ്റ്റ് ഈ പേജിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കുറച്ച് സ്ലോ ആയതുകൊണ്ട് ഞാൻ ലൈസൻസ് എടുത്ത എക്സ്പീരിയൻസ് വെച്ച് ഇന്ത്യൻ എംബസിയിൽ നിന്നും കിട്ടിയ പേപ്പർ ഡയറക്റ്റ് ട്രാൻസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ലൈസൻസ് ഇഷ്യൂ ആയി കിട്ടുന്നതാണ്. ലൈസൻസ് ഇഷ്യൂ ആയി കഴിയുമ്പോൾ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്നാവും. വീണ്ടും സിംസ് പോർട്ടൽ ലോഗിൻ ചെയ്ത് മൈ ലൈസൻസ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമ്മുടെ പേരിൽ ഇഷ്യൂ ആയിട്ടുള്ള ലൈസൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഇവിടെയും പോലീസ് ചെക്കിങ്ങിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് എല്ലാവരും ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക.